ഹലോ ഓൾ, എൻ്റെ മുഖത്ത് എന്താണെന്നറിയാമോ ഇത്ര സന്തോഷം രാവിലെ തന്നെ. ഞാൻ ഇന്ന് അച്ഛയുടെ കൂട്ടത്തിൽ കായലിൽ പോകാൻ പോവാണ് കേട്ടോ. കുറേ നാളായി അച്ഛൻ കായലിൽ പണിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ അച്ഛൻ്റെ കൂട്ടത്തിൽ കക്ക വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നെ കൊണ്ടുപോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കക്ക മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള കക്കറച്ചി വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അച്ഛതേ വെള്ളം എടുത്തു. നമ്മളിതേ കായലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു തോട്ടിലാണ് നമ്മൾ വെള്ളം ഇടുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ കായലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇങ്ങനെ മുള വെച്ച് ഊന്നുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആകുമ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. കാരണം എനിക്ക് വെള്ളത്തിൽ നീന്തലോ ഒന്നും അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോയിട്ടോ. പിന്നെ പേടിയൊന്നും തോന്നിയില്ല. ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു വൈബായിരുന്നു. വെളുപ്പിനെ അതായത് 6-6:30 ആയപ്പോഴാണ് നമ്മൾ കായലിലെത്തിയത്. അടിപൊളിയായിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ടൊക്കെ. അങ്ങനെ അച്ഛൻ വെള്ളം കെട്ടിയൊക്കെ ഇട്ട് അച്ഛൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാമല്ലോ, കുറേ സന്തോഷിച്ചാണ് ഇവിടുന്ന് പോയത്. പക്ഷേ കായലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛയുടെ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടമാണ് കേട്ടോ വന്നത്. കാര്യം നമ്മൾ ഒരു ദിവസത്തേക്കായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും, വൈബായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ്, അതായത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. 11-12 മണിയാകുമ്പോഴാണ് ആൾ തിരിച്ചു വരണത്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടതുകൊണ്ട് പറയുകയാണ്, എത്ര പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കോരി എത്ര മണിക്കൂറോളം നിന്ന് കോരിയാലാണെന്നറിയാമോ ഇത്തിരി കക്ക കിട്ടണത്. അങ്ങനെ ഞങ്ങളൊരു 4-4.5 മണിക്കൂറോളം നിന്നിട്ടാണ് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. നല്ല നല്ല കളറാണ് കേട്ടോ. എൻ്റെ ഫോണിൽ ക്യാമറ എടുത്തുകൊണ്ടാണ് ഇത്രയും മനസ്സിലാവാത്തത്. പക്ഷെ നല്ല ഓറഞ്ച് കളറിലായിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്ത് ഭംഗിയായിരുന്നെന്നറിയാവോ. കക്ക ഇങ്ങനെ വരണവരും ഉണ്ട്, മുങ്ങി വരുന്നവരും ഉണ്ട് കേട്ടോ. അച്ഛൻ ആദ്യമേ മുങ്ങിയാണ് വാരിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇതൊരു ചവറുവരണ്ടി പോലെ ഒരു സാധനമാണ്. അതിന് ചുറ്റും ഇങ്ങനെ ഒരു വല കെട്ടിയിട്ടാണ് ഇപ്പോൾ വരണത്. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയാണ് വരണത്. നമ്മുടെ വെള്ളമാകെ നശിച്ചൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ വെള്ളം കോരിക്കൊണ്ടിരിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെ സൈഡൊക്കെ ചെറിയ രീതിക്ക് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു കേട്ടോ. അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. ഒന്നിനും അച്ഛൻ നോ പറയാറില്ല. പാവം അതിൻ്റെ ഒരു കാര്യം നോക്കാതെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്തു തരണത്. എല്ലാ വീട്ടിലെ അച്ഛനും അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ പല കാര്യങ്ങളും പല ആവശ്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും ഓടുന്നതും ഒക്കെ അല്ലേ. നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകണം. കാരണം അവരെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടും മനസ്സിലാക്കി അറിഞ്ഞും ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.